ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു 6 മണി, രാവിലെ ഒരു 6 മണി തൊട്ടിട്ടുള്ള മോർണിംഗ് റുട്ടീനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ പലരും പറയുന്ന കാര്യമാണ് വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. എന്ത് ചെയ്യാനാ, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടന്നാൽ എന്തായിരുന്നല്ലേ, നല്ലതല്ലേ? പക്ഷേങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ഒന്ന് വിചാരിക്കും, വേറൊന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളങ്ങ് എന്താ പറയുക, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാമെന്നുള്ളൂ. അപ്പം പല കാരണത്താൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ടും എനിക്കറിയില്ല കറക്റ്റായിട്ട്. എന്ന് വെച്ചാൽ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരുന്നു നേരത്തെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അതിന് ഗ്യാപ്പ് വന്നു. ചിലപ്പം അടുപ്പിച്ചിടാറുണ്ട്, ചിലപ്പം ഒരാഴ്ചയൊക്കെ ഗ്യാപ്പ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിപ്പം ഒരു റെഗുലർ അല്ലാത്തൊരു രീതിയിലായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷേ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വന്നില്ലെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. പിന്നെന്താ, നമ്മുടെ സ്കൂൾ വെക്കേഷനൊക്കെ കഴിയാറായി, കുട്ടികൾക്ക് തിരിച്ച് സ്കൂളിലേക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ എല്ലാവരും അതിൻ്റെയൊക്കെ തിരക്കുകളിലായിരിക്കും. അപ്പം ഇന്നിപ്പം നമ്മൾ സാമ്പാർ വെക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും സാമ്പാർ വെക്കുന്ന കാണുമ്പം ആരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട് റെസിപ്പി ഒന്നുകൂടെ കാണിക്കാമോ എന്ന്. അപ്പം സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഞാൻ പൊട്ടറ്റോ, ക്യാരറ്റ്, വഴുതനങ്ങ, പിന്നെ മത്തങ്ങ ഉണ്ടെങ്കിൽ മത്തങ്ങ ഇടാറുണ്ട് കേട്ടോ. പിന്നെ വെള്ളരിക്ക, പടവലങ്ങ, വെണ്ടയ്ക്ക, തക്കാളി, ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. അതേസമയം 2-3 വെജിറ്റബിളേ ഉള്ളെങ്കിൽ അത് വെച്ചിട്ടും ഞാൻ സാമ്പാർ വെക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു സവോള കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പരിപ്പ് അതിലേക്കൊരു പാത്രത്തിലാണ് എടുത്ത് വെക്കുന്നത്. നേരത്തെ ഞാൻ ഇതിലേക്ക് തന്നെ പച്ചക്കറികളിലേക്ക് തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യുമായിരുന്നു പതിവ്. പക്ഷേ അമ്മ പറഞ്ഞു തന്നാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പരിപ്പ് പെട്ടെന്ന് നല്ലോണം കുക്കായി കിട്ടുകയും ചെയ്യും. സെപ്പറേറ്റ് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ആണെങ്കിലും പരിപ്പ് മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത പരിപ്പ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഞ്ഞു പാത്രത്തിൽ അങ്ങനെ തന്നെ വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ കുക്കറിൽ വിസിലടിക്കുന്ന കൂട്ടത്തിൽ ആ പരിപ്പ് തന്നെ സെപ്പറേറ്റ് നല്ലോണം വെന്തും വരും. അപ്പോൾ ഞാനൊരു 3 വിസിലൊക്കെ അടുപ്പിക്കാറുണ്ട് കുക്കറിൽ കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ അവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് അതുവരെ ആയ പാത്രങ്ങളൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ കത്തിയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദിനു ജിമ്മിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ നേരത്തെ നമുക്ക് വെളിച്ചം വീഴും. ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ല വെട്ടമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു സമയം മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല രാവിലെ. ചില ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി ലേറ്റ് ആയോ എന്ന് വിചാരിച്ച് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ 5:45 ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ പാലക്ക് തോരൻ വെക്കുന്നുണ്ട്. പാലക്ക് തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വെക്കാനായിട്ട്, അത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്തും കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. എളുപ്പമാണ് പാലക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ പാലക്ക് തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറാണെങ്കിലും ഞാൻ 3 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾസൊക്കെ കുക്കായപ്പം. പിന്നെ അതിന് വേണ്ട കൊച്ചുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. കൊച്ചുള്ളിയും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഞാനൊന്ന് സെപ്പറേറ്റ് വഴറ്റിയിട്ടാണ് ഇടാറ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 10-12 കൊച്ചുള്ളി, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്. വെളുത്തുള്ളിയും കൂടെ ഞാൻ ആഡ് ചെയ്യും, കാരണം പരിപ്പ് ചേർക്കുന്നതായതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കത്തില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. സാമ്പാറിൽ കൊച്ചുള്ളി ചേർക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് നല്ല എന്താ പറയുക, ടേസ്റ്റ് കൂടുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോഴാണ് നമ്മളതിലേക്ക് വെണ്ടയ്ക്ക്, പിന്നെ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ ഈ സമയത്ത് മുരിങ്ങയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു, അതുകൊണ്ട് വെണ്ടയ്ക്ക ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം, ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ. ഒരു 2 സ്പൂണോളം ഞാൻ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കായപ്പൊടി, അതുപോലെ ഉലുവാപ്പൊടി, ഒരു നുള്ളു ഉലുവായും കായപ്പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. സാമ്പാർ പൊടി വെച്ചിട്ട് തന്നെയാണ് കൂടുതലും സാമ്പാർ ഉണ്ടാക്കാറ്. അപ്പോൾ അതങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചോറും കൂടെ ഒന്ന് റെഡിയാകാനായിട്ട് റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഞാനതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് ഒന്ന് മീൻ വറുക്കാനായിട്ട്
അയല ഉണ്ടായിരുന്നു, അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പാനിൽ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് മീനൊക്കെ ഒന്ന് വറുക്കാനായിട്ട് ഇടുകയാണ്. അയലയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരും. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡി ആകുമ്പോഴത്തേക്കും അയലയൊന്ന് ഫ്രൈ ആയി വരും. അതുപോലെ തന്നെ പാലക്ക് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം കറികളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ പരിപ്പാണെങ്കിലും നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതിൽ നിന്ന് പരിപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് പരിപ്പ് മാറ്റി വെക്കാം കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ ചോറും പരിപ്പും കൂടെ കൊടുക്കാറില്ലേ, അപ്പോൾ അതിനൊക്കെ ഇത് എളുപ്പമാണ്. അപ്പോൾ ഇതാ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ ആ പാത്രത്തിൽ നിന്ന് നമുക്ക് പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, നല്ല ചൂടുണ്ടായിരിക്കും, അത് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചും കൂടെ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ അത് മാറ്റുക. എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് നമ്മൾ കടുകും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചിടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ സാമ്പാറിൻ്റെ പരിപാടി. നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. പിന്നെ പുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ടവർക്ക് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാൻ തിളച്ച് വരുന്ന സമയത്ത് ലാസ്റ്റ്. പക്ഷേ ഞാനിപ്പോൾ തക്കാളിയുടെ പുളി അത് തന്നെ ധാരാളമെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പുളിയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അയലയാണെങ്കിൽ ഞാൻ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മീനും വറുത്ത് കഴിഞ്ഞു. അങ്ങനെ ഏകദേശം നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറും ചമ്മന്തിയാണ്. ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാമ്പാറും ചമ്മന്തിയാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ദിനുവാണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട് ജിമ്മിൽ നിന്നൊക്കെ വന്നിട്ട് റെഡി ആകുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ദോശ ഒന്ന് ചുട്ട് വെക്കുകയാണ്. ഇതിനിടയ്ക്ക് ഓഫീസിലേക്ക് കൊടുത്തു വിടാനായിട്ട് ലഞ്ചും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ ഇതാ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഇടുന്ന കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് തൂത്ത് കൊടുക്കും. അപ്പോൾ നല്ല കണ്ടില്ലേ ഈ ഒരു കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ദോശ ചൂടുന്ന തവയുണ്ടല്ലോ, അത് എവിടെ നിന്നാണെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു. അങ്ങനെ എന്തിനു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോഴേക്കും ഇതാ പാത്തു എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്തുവിനെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും കൊലുസിൻ്റെ സൗണ്ട് കേൾക്കാം. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ്. പിന്നെ നാട്ടിൽ നിന്ന് മൂത്ത ചേച്ചി ദിവ്യ ചേച്ചിയുടെ ഹസ്ബൻഡ് രതീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രതീഷേട്ടനാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം രതീഷേട്ടൻ വീട്ടിലുള്ളതുകൊണ്ടാണ് പാത്തൊന്ന് നേരത്തെ എഴുന്നേറ്റത്. കാരണം വെളിച്ചൻ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിൽ. അതല്ലാന്നുണ്ടെങ്കിൽ അവൾ കുറേ സമയം കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേക്കാറുള്ളൂ. അപ്പം രതീഷേട്ടനെ വിളിക്കേണ്ടതെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഉറങ്ങിക്കോട്ടെ, വെളിച്ചൻ യാത്രയൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും, അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ദിനു ഓഫീസിലേക്ക് പോയി. പിന്നെ ഞാൻ പാത്തുവിനെ കൊണ്ടുപോയി ഫ്രഷൊക്കെ ആക്കി പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അതിനുശേഷം അവളും കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കും ദോശയും സാമ്പാറും ചമ്മന്തിയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ദോശ ഉണ്ടെങ്കിൽ അവൾക്ക് സാമ്പാർ വേണം കേട്ടോ. പ്രത്യേകിച്ച് ക്യാരറ്റ് ഒരുപാട് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്യാരറ്റ് കൂടുതലായിട്ട് ഇടാറുണ്ട് സാമ്പാറിൽ. അങ്ങനെ അവളും കഴിക്കുകയാണ് കേട്ടോ. കൂട്ടത്തിൽ അവൾക്ക് കാപ്പിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും എല്ലാം കൂടെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ പാത്തുവിൻ്റെ താഴത്തെ ഒരു പല്ല് ഇളകുന്നുണ്ട്, നല്ലോണം ഇളകുന്നുണ്ട്. അത് കുറച്ച് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ പറിക്കാൻ പറ്റുമായിരിക്കുമെന്ന്. അപ്പോൾ അത് ഇളകുന്നതുകൊണ്ട് അവൾക്ക് വേദനയുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും അമ്മ വേദനിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ച് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇളകിയാലല്ലേ എളുപ്പം പറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. പാലിൽ ഓട്സ്, നട്ട്സ്, അതുപോലെ തന്നെ ആപ്പിള്, ചിയ സീഡ്സ്, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫുള്ളായൊരു ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊന്ന് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. നമ്മൾ ഫുഡെല്ലാം ആണെങ്കിലും സെപ്പറേറ്റ് പാത്രത്തിലോട്ടൊക്കെ മാറ്റി ബാക്കി എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കിച്ചൺ സ്ലാബും സ്റ്റൗവും എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കിച്ചൺ ക്ലീനായി കിടന്നാൽ മാത്രമേ എനിക്ക് ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് എളുപ്പം ഹോളാണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ രതീഷേട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് രതീഷേട്ടന് ഫുഡ് കൊടുത്തതും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ മോർണിംഗിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു
3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രതീഷേട്ടൻ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ലഞ്ചും കൂടെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം രതീഷേട്ടൻ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും പാത്തു വഴക്ക് തുടങ്ങി, വിടത്തില്ല, ഞാൻ ലോക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അവൾക്കും നാട്ടിൽ പോകണം എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ നാട്ടിൽ പോകണം എന്നാണ് പറയുന്നത്. ഞാനും വരാം, എന്നെയും കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ടാട്ടോ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഒത്തിരിയും കരഞ്ഞു കേട്ടോ രതീഷേട്ടൻ പോയി കഴിഞ്ഞപ്പം. രതീഷേട്ടൻ പോയിട്ട് വന്ന് കൊണ്ടുപോകാമെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ആൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്